ഡയറക്ടറെ മാറ്റണം, പ്രൊഡ്യൂസറെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച്. അപ്പോഴാണ് അവളെ മാറ്റിയത്. ഇനി അത് നടക്കുകയില്ലെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. മനസ്സിലായോ? എനിക്കിപ്പോ പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ് കേസ്. ബന്ധുക്കള് വരെ എന്നെ പറ്റി മോശമായിട്ട് വാട്സാപ്പ് സ്റ്റാറ്റസൊക്കെയാണ്. നമ്മുടെ കയ്യിൽ ഒരു ബാങ്ക് ബാലൻസും ഇല്ല. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടില്ല ഈ റിവ്യൂ പറഞ്ഞിട്ട്. അപ്പാട് അന്നൊന്ന് ജീവിക്കാന്ന് പറയാൻ പറ്റില്ല. അതൊന്ന് എന്റെ ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രം, പേഴ്സണൽ പറഞ്ഞ ഫുഡ് ആൻഡ് ട്രാവലിംഗിന് മാത്രമുള്ള പൈസ മാത്രമേ ഈ റിവ്യൂ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കോടികളൊന്നും കിട്ടിയിട്ടില്ല. കോടികൾ കിട്ടിയെങ്കിൽ ഞാൻ ഫ്ലാറ്റും വിലപിടിപ്പുള്ള കാറും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണൊക്കെ മേടിച്ചാല്. എന്റെ അപ്പനമ്മയുടെ അവതാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിലെനിക്ക് പറയാൻ നാണക്കേടില്ല. ലോകത്തെ മൊത്തം അപമാനിക്കുകയാണ് ഇപ്പൊ എന്നെ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ നാറ്റിക്കുകയാണ് ഒരു പെൺവിഷയത്തിന്. എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, അത് പീഡിപ്പിക്കാനല്ല, ഒന്ന് ഡാൻസ് കളിക്കാനും ഒന്ന് അഭിനയിക്കാനും. ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പലതും സാക്രിഫൈസ് ചെയ്ത് പലതും തരണം ചെയ്ത് ഞാൻ ജീവിച്ചു. ആ ഷോർട്ട് ഫിലിം പൂർത്തിയായി. അത് ഇറങ്ങിയ ശേഷം എനിക്കെതിരെ മൂവ്മെന്റ് നടത്തും, വേറെ നായകനെ കൊണ്ടുവന്ന നിനക്കെതിരെ പീഡന കേസ് കൊടുക്കുമെന്നുള്ള പറഞ്ഞതാ. അത് അതുപോലെ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താവെന്നറിയാൻ പാടില്ല. വാർത്ത വരെ വന്ന് കർമ്മ ന്യൂസ്. ഇനി മെയിൻ സ്ട്രീം ആയിട്ടുള്ള മനോരമയും അമൃത ന്യൂസ്, പിന്നെന്താ കൈരളി ന്യൂസ്, ഏഷ്യാൻ ന്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സംഭവം കൈവിട്ടു പോകും നമ്മളെ. ഒരാളുടെ പേരിലാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ബ്രൈറ്റ്, അഭിലാഷ് ആട്ടയം, സന്തോഷ് വർഗി, അങ്ങനെ പലരുടെ പേര് പറയുന്നുണ്ട്. സന്തോഷ് വർഗി എന്നെ പറ്റിയും കുറ്റം പറയുന്നുണ്ട്. കാല് മാറി പുള്ളിനെ പറ്റി ഇന്നലെ ന്യൂസ് ഇടുന്നപ്പോ എന്നെ പറ്റി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ വാർത്ത പുള്ളി പറയണം. നാണയില്ല ആരണ്ടെണ്ണ തനിക്ക് എന്തൊരു നടന്മാരെ പറ്റി കുറ്റം പറയാം, എന്നെ പറ്റി പറയണതിന് പല ബന്ധുക്കളും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ. ഞാൻ ആ പടം മുള്ളാൻ കൂടി പറ്റാത്ത അവസ്ഥയിൽ പോയി. എനിക്ക് ഭക്ഷണം കഴിക്കാനോ മുള്ളാനോ ഒന്നും തോന്നാത്ത അവസ്ഥയിൽ പോയി. എന്ത് ഗതികെട്ട സമയത്താണ് ഇവളെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ തോന്നിയെന്ന് മനസ്സിലായില്ല എനിക്ക്. നമ്മൾ 18-25 ഇടയ്ക്കുള്ള കുറെ പെൺകുട്ടികളെ നോക്കിയതാണ് അഭിനയിക്കാൻ. പക്ഷെ ആരും കിട്ടാത്തതുകൊണ്ട് അവസാനം ഇവളെന്നെ പെടുത്തിക്കളഞ്ഞു. ഇവള് കല്യാണം കഴിച്ചില്ലെങ്കിൽ, അവർ രജിസ്റ്റർ മാരേജ് ചെയ്തില്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു. മറ്റേ ഇവളുടെ കൂടെ അല്ലാതെ വേറെ റീൽസ് ചെയ്ത് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ലൈവ് മറ്റേ നമ്മുടെ സ്മാർട്ട് പിക്സ് മീഡിയയിൽ ആദ്യം ഇന്റർവ്യൂ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവളിട്ടത് ഇന്റർവ്യൂ. ലോകത്തോട് ഞാൻ മാപ്പ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവളെ തെറ്റിയിട്ടില്ലല്ലോ, ഇവളോട് ഞാൻ തെറ്റിയിട്ടില്ലല്ലോ ഒന്നും. ഇവളെ ഞാൻ അഭിനയിപ്പിച്ചു, എന്റെ കൂടെ അഭിനയിച്ചു പോയി, റിലീസ് ചെയ്ത് ആ ഷോർട്ട് ഫിലിം റീച്ച് കിട്ടി. പല സിനിമ ഓഫറും അവൾക്കും എനിക്കും കിട്ടിയതാണ്. എന്റെ എന്തായാലും സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തായാലും ചെറിയ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കില്ല. അമ്മ സംഘടനയെ പോലത്തെ സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, ചെറിയ ആൾക്കാർ നമ്മളെ വെച്ച് പല സിനിമകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വിളിക്കുമായിരിക്കും. ഇത് കാരണം വിളിക്കാതിരിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് പോയി മനസ്സിലായി. പെൺകുട്ടി വെറുതെ ഇരുന്നുണ്ട്, ലൈവ് ഇട്ട് പലതും വിളിച്ച് പറയുന്നുണ്ട്, പല ദണ്ഡിത്തരങ്ങൾ. അവളുമായിട്ട് ലൈംഗിക ബന്ധം പോയിട്ട് കെട്ടിപ്പിടിച്ച ലൈംഗിക ബന്ധമാകുമോ ഗൈസ്? ഒരു ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞ് അത് സെക്സ് ആകുമോ? അവർക്ക് വട്ടാണ്, ഭ്രാന്താണ്. ആ റിയനെ പിടിച്ച് ചങ്ങലൊക്കെ ഇടി. സോഷ്യൽ മീഡിയയിൽ അലിൻ ജോസ് പെരേര നാറ്റിക്കല്ലേ, കേസ് കൊടുക്കല്ലേ, നാറിക്കല്ലേ. ഒരു പെണ്ണ് വിചാരിച്ച എന്തും പറ്റൂ കാണിച്ചു തരാന്ന് പറഞ്ഞ പെണ്ണ് വിചാരിച്ച എന്തും കാണിച്ചു തരാന്ന് അറിയാ പറഞ്ഞപ്പോ ഇത്രയും കാണിച്ചു തരുമെന്ന് ഞാൻ ഓർത്തില്ല ഗൈസ്. എനിക്ക് സങ്കടമുണ്ട്. നാളെ ഞാൻ ജയിലിലായ ആ പെണ്ണറിയും കാരണം, ആ റിയ എന്ന് പറയുന്ന ഒരു